ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ലോഗിലേക്ക് സ്വാഗതം. രണ്ടാഴ്ച വീഡിയോസൊക്കെ ലേശം ലാഗായിരുന്നു. വേറെ ഒന്നല്ല, കയ്യുമ്മ ചെറിയൊരു പണി കിട്ടി. അപ്പോൾ ഇനി അങ്ങനെ ഒരു രണ്ടാഴ്ച റെസ്റ്റിലായിരുന്നു. അതൊക്കെ ഇതേ സെറ്റായി വരുന്നു. അപ്പോൾ നമ്മുടെ പോത്തിനെ കൊടുന്നപ്പോഴത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി ആളുകളുടെ ഒരു സംശയമാണ് എന്തായത്, പോത്തിനെ തീറ്റ ചെലവ് കൊടുക്കാതെ പോത്തിനെ വളർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ₹1 ചിലവാക്കാതെ പോത്തിനെ വളർത്താൻ പറ്റുമോ എന്നുള്ളത്. ഒത്തിരി ആളുകൾ പറയുന്നുണ്ട് തീറ്റ ചിലവ് കൊടുക്കാതെ പോത്തിനെ വളർത്താം, വെറുതെ പാടത്തെ പുല്ലും പാടത്തെ വെള്ളം കായത്തുലി കഞ്ഞിവെള്ളം ആ സാധനങ്ങളൊക്കെ കൊടുത്ത് പോത്തിനെ വളർത്താം, ₹1 ചിലവാക്കാൻ പാടില്ല, കാശ് ചിലവാക്കിയാൽ നഷ്ടമാണെന്നൊക്കെ. സംഭവം ഒരു പരിധി വരെ ശരിയാണെങ്കിലും അതൊരു പരിധി വരെ വലിയൊരു തെറ്റും കൂടിയാണ് കേട്ടോ. അത് അറിവില്ലാതെ ചില ആളുകൾക്ക് ശരിയാവും, ചില ആളുകൾക്ക് ശരിയാവില്ല. അങ്ങനത്തെ ഒരു തോന്നലാണ് എൻ്റെ ഒരു മനസ്സിലുണ്ടായിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും അത് പ്രാക്ടിക്കലല്ല, പ്രത്യേകിച്ച് പോത്തും കുട്ടികളുടെ കേസിൽ. അത് ശരിയായ സംഭവങ്ങളുണ്ട്, അത് ഞാൻ വ്യക്തമാക്കി തരാം. അത് വേറൊന്നല്ല, നമ്മൾ ചെറിയ പോത്തുകൾക്ക് ഒരിക്കലും ചെറിയ കൈത്തീറ്റ കൂടാതെ പോത്ത് നന്നാവില്ല. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയാം, എൻ്റെ ഒരു 8-10 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ആദ്യത്തെ ഒരു പോത്തിനെ എടുത്തപ്പോൾ ഞാൻ ചെറിയ തോതിൽ ഗോതമ്പ് തവിടാണ് കൊടുത്തിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 8-10 മാസം നോക്കി നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാനും പറ്റി. അന്ന് ഞാൻ ഏകദേശം ഒരു 3500-4000 എടുത്ത പോത്തിന് 21,000 കൊടുത്തു 8-10 മാസം നോക്കിയിട്ട്. ചെറിയൊരു തീറ്റ ചിലവും കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു 5 പോത്തിന് എടുത്തു. പിന്നെ നമ്മൾ തീറ്റ ചിലവ് കൊടുക്കാതെ വളർത്തി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ₹1 ചിലവാക്കാതെ ഏകദേശം ഒരു 10, 40, 45 അല്ലെങ്കിൽ ഒരു 10, 40, 50 ഇടയിൽ വീടുകളിൽ നിന്ന് കഞ്ഞിവെള്ളം, പിന്നെ പച്ചക്കറി വേസ്റ്റ് അങ്ങനെയൊക്കെ കൊടുത്ത് ഞാൻ പച്ചക്കറി വേസ്റ്റ് അധികമൊന്നും കിട്ടിയിരുന്നില്ല കേട്ടോ. പക്ഷേ പാടത്തെ പുല്ലും കുറച്ച് വക്കോലും, പിന്നെ വേനൽക്കാലത്ത് കുറച്ച് വക്കോലും, പാടത്തെ പുല്ല് ഇപ്പോൾ വർഷക്കാലത്ത് പാടത്തെ പുല്ലും കഞ്ഞിവെള്ളം, വേനൽക്കാലത്ത് കുറച്ച് പുല്ലും കുറച്ച് വക്കോലും, അതുമാതിരി തന്നെ കഞ്ഞിവെള്ളം. പക്ഷേ എൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വാങ്ങിച്ച, അതായത് കൈത്തീറ്റ കൊടുക്കാതെ വളർത്തിയ ഒരു കൊല്ലം 5 പോത്തും ഏകദേശം 2 കൊല്ലം എൻ്റെ കയ്യിൽ നിന്ന് പോത്തും കുട്ടികൾ. അപ്പോൾ കൈത്തീറ്റ കൊടുക്കാതെ പോത്തിനെ വളർത്താം എന്ന് പറയുന്നവർ ഒരു പരിധി വരെ ചില ഇടങ്ങളിൽ നടക്കൂട്ടോ. ഞാനത് പറഞ്ഞത് ഒരു പരിധി വരെ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരു പോത്തിനെ വളർത്തുന്ന മാതിരി നമുക്ക് എന്താ പറയുക, ഒരു പോത്തിനെ വളർത്തി വലുതാക്കുന്ന മാതിരി 2, 3, 4, 5 പോത്തിനൊന്നും വളർത്തി വലുതാക്കാൻ എളുപ്പമല്ല. അപ്പോൾ ചെറിയൊരു കൈത്തീറ്റ കൂടിയേ തീരൂ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം, ഈ ഒരു സംഭവം ഒന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറെ ഒന്നല്ല, ഇങ്ങനെ പോത്തിനെ കൈത്തീറ്റ കൊടുത്ത് വളർത്തുന്നതാണോ, കൈത്തീറ്റ കൊടുക്കാതെ വളർത്തുന്നതാണോ, ഏതാണോ നല്ലതെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഒന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു കൈത്തീറ്റ കൂടിയേ തീരുള്ളൂ കേട്ടോ. പിന്നെ വേനൽക്കാലം ആകുമ്പോൾ ലാസ്റ്റത്തെ 2-3 മാസം കൊടുക്കുന്നതിന് മുപ്പാട്, വലിയ പെരുന്നാളിന് തൊട്ട് മുപ്പാട് നമുക്ക് ചെറിയൊരളവിൽ കൈത്തീറ്റ കയറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ കൈത്തീറ്റ കൊടുക്കാതെ വളർത്തുന്ന സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും വേനൽക്കാലത്ത് നമ്മൾ പുല്ലരിയാൻ പോകുന്ന സ്ഥലത്ത് 2, 3, 4, 5 പോത്തുകളൊക്കെ, അല്ലെങ്കിൽ ചില സ്ഥലം അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു 4-5 കിലോമീറ്റർ അങ്ങോട്ട് നീങ്ങുമ്പോൾ ഏകദേശം അവിടെ 20-30 പോത്തുകളൊക്കെ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പാടത്ത് ചതുപ്പ് നിലങ്ങളായിരിക്കും. വർഷക്കാലത്ത് നല്ല മാതിരി പുല്ല് കയറി കിടക്കുന്ന, പുല്ലിൻ്റെ ഒപ്പം വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും. പക്ഷേ വേനൽക്കാലം ആകുമ്പോൾ വെള്ളം പറ്റുന്നതിനനുസരിച്ച് ഇഷ്ടപ്രകാരം പുല്ല്, നമ്മുടെ അവിടെ പുല്ല് ഇല്ലാതെ കരിഞ്ഞു പോകുന്ന സമയത്ത് അവിടെ ഇഷ്ടപ്രകാരം പുല്ലും വെള്ളവും അങ്ങനത്തെ സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ വേനൽക്കാലത്ത് പുല്ലരിയാൻ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സ്ഥിരം കണ്ടിട്ടുണ്ട് 2, 3 ഒക്കെ വാങ്ങിച്ച് കിട്ടും, കുറ്റിയടിച്ച് മാറ്റി കെട്ടലുള്ളൂ. അതായത് കഞ്ഞിവെള്ളം പോലും വെച്ച് കൊടുക്കില്ല. സത്യമായിട്ട് പറഞ്ഞാൽ കഞ്ഞിവെള്ളം പോലും വെച്ച് കൊടുക്കില്ല. പാടത്തെ പുല്ല് പാടത്തെ വെള്ളം. അത് ചെറിയ പോത്തും കുട്ടികളൊന്നല്ല കേട്ടോ. ഏകദേശം ഒരു 35 രൂപ 40 രൂപ റേഞ്ചിലുള്ള പോത്തിന് എടുത്ത് അവരൊരു 65 രൂപ 70 രൂപ അവർക്ക് കൊടുക്കാൻ സാധിക്കും. കഷ്ടി ഒരു 4 മാസം 5 മാസമൊക്കെ അവർ വൃത്തിയായിട്ട് നോക്കും. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അതുമാതിരി തന്നെ കോൾപ്പാടങ്ങളിൽ വലിയ പോത്തും കുട്ടികളല്ല, വലിയ പോത്തുങ്ങളെ എടുത്തിട്ട് കൈത്തീറ്റ ഒന്നും കൊടുക്കില്ല, തോട്ടിലിറക്കിയിടും, കൊയ്ത് വരുന്നതിൻ്റെ ഞാറ് മുളയ്ക്കുന്നത് തിന്നും. അങ്ങനെ നോക്കുന്ന ഒത്തിരി ആളുകൾ എനിക്കറിയാം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് സാധാരണഗതിയിൽ ഒരു 100 ആൾ പോത്തിനെ വളർത്തുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5-10 ആളുകൾക്കാണ് അത് പ്രായോഗികമായിട്ടുള്ള. എന്നെ സംബന്ധിച്ച് എനിക്കത് ഒരിക്കലും പ്രായോഗികമല്ല, എനിക്കത് ചെയ്യാനും പറ്റില്ല. എൻ്റെ സ്ഥലം അങ്ങനത്തെ സ്ഥലമല്ല. എൻ്റെ അവിടെ വേനൽക്കാലത്ത് പുല്ലുണ്ടാവില്ല. അത് മാത്രമല്ല, നമുക്ക് ചെറിയൊരു കൈത്തീറ്റ കൊടുത്തേ തീരൂ. എന്നാലാണ് നമ്മൾ വിചാരിച്ചൊരു രീതിയിൽ പോത്ത് വളരുകയുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, കൈത്തീറ്റ കൊടുത്ത് വളർത്തുന്ന പോത്തിൻ്റെ ഭംഗിയും കൈത്തീറ്റ കൊടുക്കാതെ വളർത്തുന്ന പോത്തിൻ്റെ ഭംഗിയും ഒന്നും
വേറെ തന്നെയാണ്. പിന്നെ പലരും ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് കൈത്തീറ്റ പോത്തിന് കൊടുക്കുന്നത് വളരെ നഷ്ടമാണ് എന്തൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതായത് 1.5 കൊല്ലം കൈത്തീറ്റ കൊടുക്കാതെ വളർത്തുന്നതിന് പകരം ഏകദേശം ഒരു 8-10 മാസം കൈത്തീറ്റ കൊടുത്ത് വളർത്തുന്നതായിരിക്കും നന്നാവാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ കൊടുക്കുന്നതിന് നമുക്കൊരു കണക്കുണ്ടാവണം. അതുമാത്രമല്ല നമുക്കിതിനെ എത്രയ്ക്ക് വിൽക്കാൻ പറ്റും, നമുക്ക് ഏകദേശം എത്ര ഇതിന്മേൽ കിട്ടും എന്നൊക്കെ നല്ല ബോധ്യം ഉണ്ടാവണമെന്ന് മാത്രം. ഞാനെപ്പോഴും എൻ്റെ പോത്തിന് ഏകദേശം ഒരു 10 രൂപ തൊട്ട് 12 രൂപ വരെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ചിലവാക്കിയിരുന്നത്. ഇപ്പോൾ ഇത് ഈ 1-2 കൊല്ലമായിട്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചിലവ് കൂടി തുടങ്ങി. എന്നാലും നമുക്കൊരു 20-25 രൂപ റേഞ്ചിലുള്ള പോത്തിന് എടുത്തൊരു 10-12 രൂപ 15 രൂപയൊക്കെ ചിലവാക്കി അങ്ങനെ പോയാലും നമുക്കൊരു 65 രൂപ 70 രൂപ 75 രൂപ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നത്തെ ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പോത്തിനെ എടുത്ത് ഒരു തല്ലുകൂടുന്നുണ്ട് ചെറുതായിട്ട്, വെള്ളം വെച്ച് കൊടുത്ത് നിർത്തിയേക്കാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 55 രൂപ 60 രൂപ റേഞ്ചിലുള്ള പോത്തിനാണ് ആവശ്യക്കാരായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നോർമലി പള്ളിക്കാർ പോലും 75 രൂപ 50 രൂപയുള്ള പോത്തിന് നമുക്ക് ആവശ്യക്കാർ ചോദ്യം വരുന്നുണ്ട്. പിന്നെ എപ്പോഴും ചിലവാകാൻ എളുപ്പം നമുക്ക് നോർമൽ ഒരു 65 രൂപ 70 രൂപ റേഞ്ചുള്ള പോത്ത് തന്നെയാണ് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 80 രൂപ 85 രൂപ 90 രൂപയ്ക്ക് മേലേക്ക് വല്ലാണ്ട് പോകാതിരിക്കുന്നതായിരിക്കും വളരെ നന്നാവുക. ഏകദേശം ഒരു 65-നും 80-നും ഇടയിലുള്ള പോത്തുകളായിരിക്കും പെട്ടെന്ന് വിറ്റ് പോകാൻ സാധ്യത. അപ്പോൾ കൈത്തീറ്റ കൊടുക്കണോ കൊടുക്കണ്ടേന്നൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പലരെയും പലതരത്തിൽ നോക്കിയപ്പോഴും ഒത്തിരി ആൾ, അതായത് ഒരു 100 ആൾ പോത്തിനെ വളർത്തുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 90-95 ആളെങ്കിലും കൈത്തീറ്റ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നതിൻ്റെ റിസൾട്ടാണ് നമുക്കൊരു 8 മാസം കൊണ്ട് പോത്തിനെ അല്ലെങ്കിൽ ഒരു 10 മാസം കൊണ്ട് പോത്തിനെ കൊടുക്കാറായി മാറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്നാൽ നമ്മൾ വേനൽക്കാലത്ത് പുല്ലറിയാൻ പോകുന്ന സ്ഥലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടിരുന്ന ഏകദേശം ഒരു 25-30 പോത്തുങ്ങൾ അല്ലെങ്കിൽ ഒരു 8-10 പോത്തുങ്ങൾ ഒരു സ്ഥലത്ത് കാറ്ററിങ്ങിൻ്റെ ചോറും കഞ്ഞിവെള്ളവും മാത്രം. അത് കഴിഞ്ഞാൽ പാടത്തേക്ക് ഇറക്കി വെള്ളത്തിലിടുക എന്ന് വെച്ചാൽ തോട്ടിലിറക്കിയിടുക. അവിടുത്തെ പച്ചപ്പുല്ല് തിന്നുക. ഇവരുടെ കാറ്ററിങ്ങിൻ്റെ പച്ചക്കറി വേസ്റ്റും കഞ്ഞിവെള്ളവും ബാക്കിയുള്ള ചോറും അതൊക്കെ തിന്നുക. അതൊക്കെ സത്യമാണ്. ഞാൻ വലിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. എന്നാൽ നിങ്ങൾ മുപ്പാടെ കണ്ട കായത്തൊലിയില്ലേ, ഏകദേശം എനിക്കൊരു 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് തിന്നാനുള്ള ഒരു കായത്തൊലി എൻ്റെ വീട്ടിലെത്തണമെങ്കിൽ എനിക്ക് ഏകദേശം 200 രൂപ, അതായത് ഒരു 150 രൂപ ചിലവാണ് ആ ഒരു കായത്തൊലി എനിക്ക് എൻ്റെ വീട്ടിലെത്തണമെങ്കിൽ. എന്നാൽ ഒത്തിരി ആളുകൾക്കുണ്ട് വീടിൻ്റെ തൊട്ട് ചക്ക വറക്കണത്, അതുമാതിരി തന്നെ ചക്കയുടെ വേസ്റ്റ് കിട്ടുന്നത്, ചക്കക്കുരു കിട്ടുന്നത്. എനിക്ക് ഒത്തിരി ആളുകൾ അങ്ങനെ അറിയാം. കപ്പയുടെ, അതായത് കൊള്ളിയുടെ വേസ്റ്റ് കിട്ടുന്നത്, കൊള്ളിയുടെ തലയും കടയും കിട്ടുന്നത്, കായത്തൊലി കിട്ടുന്നത്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് കിട്ടുന്ന, ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കിട്ടുന്ന സ്ഥലങ്ങൾ, കായത്തണ്ട് കിട്ടുന്ന സ്ഥലങ്ങൾ, അതൊക്കെ വീടിൻ്റെ തൊട്ട് കിട്ടുമ്പോൾ നമുക്കൊന്നും നഷ്ടമല്ല. ആ സമയത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ദിവസത്തേക്കുള്ള പുല്ല് ഇങ്ങോട്ട് എത്തണമെങ്കിൽ മാത്രം നമ്മുടെ വണ്ടിയിൽ ഏകദേശം ഏറ്റവും കുറവ് ഒരു 100 രൂപയുടെ താഴെ പെട്രോള്, 100 രൂപയിൽ താഴെ പെട്രോൾ കേട്ടോ പുല്ലെത്തണമെങ്കിൽ. പക്ഷേ കായത്തൊലി അങ്ങനെയല്ല. കായത്തൊലി നമുക്ക് വീട്ടിലെത്തണമെങ്കിൽ ഏകദേശം 150 രൂപയുടെ താഴെ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ വെറുതെ ആൾക്കാർക്ക് അങ്ങനെ പറയാം, കായത്തൊലി മതി, കഞ്ഞിവെള്ളം മതി, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 40 വീടിന് മേലെ കഞ്ഞിവെള്ളം മാത്രം എടുത്ത്, കഞ്ഞിവെള്ളം ലേശം ചോറും വൈക്കോലും പച്ചപ്പുല്ലും ഒക്കെ കൊടുത്ത് 2 കൊല്ലം വളർത്തിയ ഒരാളെ ഞാൻ പോത്തുങ്ങളെ. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ കണ്ടീഷൻ അനുസരിച്ച് 8-10 മാസം കൊണ്ട് ഞാൻ പോത്തുങ്ങളെ വളർത്തി കൊടുക്കുന്നു. അപ്പോൾ പലരും പലതരത്തിലാണ്. ഞാൻ പറയുന്നത് കൈത്തീറ്റയും സാധനങ്ങളൊന്നും കൊടുക്കാണ്ട് പോത്തിനെ വളർത്താൻ പറ്റില്ല എന്നല്ല. അത് 100-ൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മൾ കൈത്തീറ്റ കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവം ഉണ്ടാകുമെന്ന് വെച്ചാൽ നമുക്ക് വളർത്തേണ്ട ടൈം ഒത്തിരി കൂടി പോകും നമ്മൾ വിചാരിച്ച വിലയിൽ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് നമ്മുടെ പോത്തുകളൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഇപ്പോൾ 6 പോത്തുകൾക്ക് നമ്മൾ ഏകദേശം ഒരു 12 രൂപ തൊട്ട് 18 രൂപ വരെ നമുക്ക് ചിലവാക്കാൻ യാതൊരു മടിയില്ല. നമ്മളെ സംബന്ധിച്ച് ദൈവം സഹായിച്ചാൽ നമ്മൾ വിചാരിച്ചൊരു റേഞ്ചിലേക്ക് എത്തുന്ന നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു കേട്ടോ.